ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ അത് എന്തായി തീരും എന്നൊന്നും ഒരു ഐഡിയ ഞങ്ങൾക്കില്ല. പക്ഷെ ഇത് നിങ്ങളെല്ലാരും അറിയണം. അതെ, ഞങ്ങൾ മാക്സിമം ശ്രമിച്ച് ഇത് ഇടാതിരിക്കാൻ, പക്ഷെ പറ്റുന്നില്ല ഞങ്ങളെ കൊണ്ട്. എല്ലാ ഏജിലുള്ളവരും ഇത് കാണണം. ഇതൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്ന് എല്ലാവരും അറിയണം. വേറൊന്നുമല്ല, ഫേസ്ബുക്കിൽ നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്നോട് ഷെയർ ചെയ്യുകയും അതിനെപ്പറ്റി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെ, ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ആൾക്കാരുടെ ഒന്നും വെറുപ്പ് മേടിച്ച് കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ നൈസായിട്ട് കുറെ ഷോർട്സും കോമഡി കണ്ടന്റും അങ്ങനെ ചെയ്തു വെക്കുക. റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് ലാസ്റ്റ് വള്ളി മേടിക്കാൻ വയ്യ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവൾ എന്നോട് പറഞ്ഞ്, ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് നിനക്ക് തരാം, അത് കണ്ടിട്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്യുന്ന പറഞ്ഞു. നമ്മൾ പറഞ്ഞു, അപ്പൊ ഞാൻ ഓക്കെ എന്നാ ചെയ്ത് നോക്കാന്നും പറഞ്ഞു. പറഞ്ഞ സ്ഥിതിക്ക് ചുമ്മാ ഒന്ന് കയറി നോക്കിയേക്കാലോ എന്നും പറഞ്ഞ് കയറി നോക്കിയപ്പോഴാണ് എന്റെ പൊന്നെ 7 ദിവസം കഷ്ടപ്പാട് തന്നെയായിരുന്നു. നമ്മളെന്തായാലും ഒരു മെയിൽ അക്കൗണ്ടിന്റെ ഐഡന്റിറ്റിയിലാണ് ഇത്ര നാളാണ് നിന്നിരുന്നത്. ഇപ്പൊ ഒരു ഫീമെയിലിന് എന്തൊക്കെ ഫേസ് ചെയ്യുമെന്ന് നമ്മൾ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ഫീമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അതിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫീമെയിൽ ഐ ഡി മാത്രമല്ല, മെയിൽ ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ടിലും എന്തൊക്കെ നടക്കുന്നതെന്ന് നമുക്കറിയണം. ഇല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ജെൻഡറിനെ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കരുതില്ല. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കതിൽ എന്തൊക്കെ നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ദിവസം 2 അക്കൗണ്ടിലും, ഫീമെയിൽ ആണെങ്കിലും ശരി മെയിൽ ആണെങ്കിലും ശരി, 2 അക്കൗണ്ടിലും വലിയ അനക്കങ്ങളൊന്നും ഉണ്ടായില്ല. അതെ, മെസ്സേജും ഇല്ല, റിക്വസ്റ്റും ഇല്ല, ഒന്നുമില്ല. പക്ഷെ രണ്ടാമത്തെ ദിവസം രാത്രി 10 മണി 11 മണി ആ നേരത്ത് ആ ഒരു സമയത്ത് റിക്വസ്റ്റ് വരും. അയ്യോ, ആ അക്കൗണ്ടിന്റെ ഒക്കെ പേര് ഓക്കെ, ആ അക്കൗണ്ടൊക്കെ മാറ്റി നിർത്തി നമ്മൾ ഫീമെയിൽ ഐ ഡിയിൽ നിന്ന് വന്ന റിക്വസ്റ്റുകൾ മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെയും ഇതേപോലെയുള്ള ഫീമെയിൽ ഐ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിലിന്റെ പേരും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടിമാരുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുള്ള അക്കൗണ്ടുകളായിരിക്കും. ആ അക്കൗണ്ടുകളിൽ നിന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് കുറച്ച് മെസ്സേജ് വരാൻ തുടങ്ങി. അതിനകത്ത് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില മെസ്സേജ് നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാലും ഞങ്ങൾ ചിലതൊക്കെ കാണിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടി ചില മെസ്സേജുകൾ മാത്രം നമ്മളിവിടെ കാണിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ കുറെ അക്കൗണ്ടിൽ നിന്ന് ഹായ് മെസ്സേജ് വന്ന്, ഇനി നമ്മൾ ഫ്രണ്ട് ആക്കാത്ത ഒരു വരെ നമുക്ക് ഹായ് അയച്ചിട്ടുണ്ട് പാവങ്ങള്. അതല്ല നമ്മൾ വേണ്ടെന്ന് വെച്ചു. വേറെ ഒന്നുമല്ല, ഇതെല്ലാം വരുന്ന ഒരു ഫീമെയിൽ ഐ ഡി എന്നാണ്. അതെ, മരുന്ന് ഫീമെയിൽ അല്ലെന്ന് നമുക്കറിയാം. നമുക്ക് നോക്കാം. അങ്ങനെ ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെ ഒരു 10-20ഓളം മെസ്സേജ് വന്നിട്ടുണ്ടല്ലേ. അപ്പൊ ആ അക്കൗണ്ടിൽ നമ്മൾ റിപ്ലൈ കൊടുക്കുക, തിരിച്ചൊരു ഹായ് വയ്ക്കുക. അപ്പൊ തന്നെ അവൻ ചോദിക്കുന്നതാണ്, ഓപ്പൺ മൈൻഡ് ആണോ? അതെ, അവൻ എന്ത് ഓപ്പൺ മൈൻഡ് ആണെന്ന് ഉദ്ദേശിച്ചില്ല. നമ്മളപ്പോൾ പറഞ്ഞു അല്ല എന്നുള്ള റിപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലെന്ന് പറഞ്ഞു. പിന്നെ അവൻ ചോദിക്കുന്നത് സെക്സ് ചാറ്റ് ഇഷ്ടമാണോ? ആഹാ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവന് ഒരു റിപ്ലൈ കൊടുക്കുന്നില്ല. പാവം 1 മണി 2 മണി ഉറങ്ങാതിരുന്ന ഇവന് കൈ കഴിക്കത്തില്ല എന്ന് ആലോചിക്കുന്നത്. ഇവന് ഈ ആഴ്ച ഇവന്റെ കൈ കഴിക്കത്തില്ല എന്ന് ആലോചിക്കുന്നത്. ഇവന് ഉറങ്ങാതെ നിന്ന് വരെ നമുക്ക് മെസ്സേജ് അയച്ചു. ഓക്കെ, മൂന്നാമത്തെ ദിവസത്തിലോട്ട് എത്തുമ്പോഴും മെയിൽ അക്കൗണ്ടിൽ ഒരു അനക്കവും ഇല്ല. ഫീമെയിൽ അക്കൗണ്ടിലാണ് ഇനിയാണ് നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെടാൻ പോകുന്നത്. അതെ, അവനിങ്ങനെ ഹായ് അയച്ചോ, വെറുപ്പീരല്ല അവൻ ആരെയെ ശല്യപ്പെടുത്തത്തില്ല. അവൻ ഡയറക്റ്റ് ആയിട്ട് എന്നോട് ചോദിക്കുവാണ്, DP-യിലുള്ള നിന്റെ ഫോട്ടോ വെച്ച് ഞാൻ പലതും ചെയ്യും, പലതും ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു ഉണ്ടാക്കിക്കൂ, നീ ഉണ്ടാക്കടാ, നീ ഉണ്ടാക്ക്. അപ്പൊ അവൻ ഉണ്ടാക്കി അങ്ങ് വിട്ടു. കലാകാരൻ, അക്ഷരം തെറ്റാ വിളിക്കണം, കലാകാരൻ. പലതും പല സൈസിൽ പല കളറിൽ അവൻ അംഗീകരിച്ചു കൊടുക്കണം. ഇതിന്റെ ഇടയിൽ നമ്മൾ ചെറിയൊരു പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, ഒരു വർക്ക് അറ്റ് ഹോം ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഏജ് ലിമിറ്റും ഇല്ല, ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. ജോലി ഉള്ളവർക്കും ജോലി ഇല്ലാത്തവർക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. വെറും 20 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്യാഷ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ വർക്ക് അറ്റ് ഹോം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെയ്ഡ് ക്യാമ്പ് അവൈലബിൾ 20 minutes 200 rupees. ഇതിൽ കസ്റ്റമേഴ്സ് കണ്ട് വെരിഫൈ ചെയ്ത് റിവ്യൂ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നോക്കി ചെയ്യുക, നിങ്ങൾക്കുള്ളത് കിട്ടാതിരിക്കാൻ നോക്കുക. ഏറ്റവും അവസാനം കണ്ണാടി നോക്കിയ അവസ്ഥയായി പോകും. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലോട്ട്. ഞാൻ ആൺ ശരീരത്തിൽ ജീവിക്കുന്ന ഒരു പെൺ മനസ്സാണ്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. സമൂഹത്തിൽ എനിക്ക് നല്ല വിലയാ. പക്ഷെ എന്റെ മനസ്സിൽ ഒരു പെണ്ണുള്ള കാര്യം
ആർക്കും അറിയത്തില്ല ഞാനൊരു സീഡിയാണ്. എന്നെ അംഗീകരിച്ച് വിവാഹം കഴിക്കാൻ കുട്ടിക്ക് താല്പര്യമാണോ? നോ, ഐ കാണ്ട്. ഞാനൊരു അടിമയെ പോലെ ജീവിതകാലം മുഴുവൻ ജീവിച്ചോളാം. ഇവൻ കുറച്ച് ഓവർ ആകുന്നതിന് മുന്നേ തന്നെ ഞാൻ അവനെ അങ്ങ് ബ്ലോക്ക് ചെയ്തു. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മറ്റ് ആപ്പുകളിൽ നിന്നും ഫേസ്ബുക്കിൽ ഭയങ്കര കൂടുതലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അതേപോലെ തന്നെ നമ്മുടെ മെയിൽ അക്കൗണ്ടിൽ നമുക്ക് കുറച്ച് റിക്വസ്റ്റും മെസ്സേജും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫീമെയിലിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് മെയിലിലും ചെയ്തിരിക്കുന്നത്. ഒരു 10-15 മെസ്സേജോളം നമുക്കൊരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ അക്കൗണ്ടിലോട്ട് നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണ്. അപ്പം റിപ്ലൈ എനിക്ക് കൊടുത്തതിന് ശേഷം ഉണ്ടായ ഒരു അനുഭവം ഇവിടെ പറയാൻ സത്യം പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്കിത് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ.